ഇങ്ങനെ ഒരു അപകടം പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും പ്രതീക്ഷിച്ചിരുന്നില്ല. കൊടുങ്കാറ്റിനേക്കാളും ഹിമപാതത്തെക്കാളും അവരെ ഭയപ്പെടുത്തിയത് ആ കാട്ടുമൃഗത്തിൻ്റെയും അതിനെ പിന്തുടരുന്ന പ്രഭുവിൻ്റെയും അപ്രതീക്ഷിതമായ വരവായിരുന്നു. കൗണ്ടർ സ്റ്റെഫനോ ഡ്രാക്കുളയുടെ കല്ലറയ്ക്കരികിൽ തങ്ങൾ തൽക്കാലം സുരക്ഷിതരാണെന്ന ധാരണയിലായിരുന്നു അവർ. പ്രഭുവിൻ്റെ ആക്രമണമേറ്റ് പാഞ്ഞു വന്ന മൃഗം കല്ലറയ്ക്കടുത്തുള്ള കുറ്റിക്കാട്ടിൽ അഭയം തേടിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ തേറ്റയ്ക്ക് മുകളിൽ തറച്ച കുന്തം കുറ്റിക്കാടിന് മുകളിലേക്ക് ഉയർന്നു നിന്നു. ഓട്ടത്തിൻ്റെ വേഗം കൊണ്ടോ പരിക്കിൻ്റെ തീവ്രത കൊണ്ടോ അത് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടും നിലാവും ഇടകലർന്ന വിജനതയിൽ ആ ശബ്ദം ഒരു ആവിവണ്ടിയുടെ കിതപ്പ് പോലെ അവർക്ക് തോന്നി. ആ ജന്തുവിൻ്റെ കിതപ്പിൻ്റെ ശബ്ദം പ്രഭുവിനെ ഇങ്ങോട്ട് ആകർഷിക്കും, നമ്മൾ അപകടത്തിലാവുകയും ചെയ്യും. പീറ്റർ പാർക്കർ ശബ്ദം പരമാവധി കുറച്ചു പറഞ്ഞു. കിതപ്പിൻ്റെ ശബ്ദമില്ലെങ്കിലും പ്രഭു ഇവിടെ എത്തും, നാം അപകടത്തിലാവുകയും ചെയ്യും. എന്തെന്നാൽ മൃഗത്തെ കുന്തമേൽപ്പിച്ച ഒരു വേട്ടക്കാരനും അതിനെ പിന്തുടരാതിരിക്കില്ല. ഗ്രെഗ് ഹഡ്സൺ അത് പറഞ്ഞു തീർന്നതും അവർക്ക് മുമ്പിലെ ഇടുങ്ങിയ പാതയിൽ നിലാവിൽ ഒരു ഇരുണ്ട രൂപം പ്രത്യക്ഷപ്പെട്ടു. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ആജാന ബാഹുവായ ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു അത്. തലയിൽ പഴയ മട്ടിലുള്ളൊരു വലിയ തൊപ്പി. അതിൻ്റെ നിഴൽ മുഖത്തിൻ്റെ പകുതിയും അവ്യക്തമാണ്. കറുത്ത് കരുത്തനായ കുതിരയ്ക്ക് മുകളിൽ ഗംഭീരഭാവത്തിലിരിക്കുകയാണ് പ്രഭു. ആ വിജനതയിൽ ആ രൂപം ആദരവിനേക്കാൾ പരിഭ്രമവും ഭയവുമാണ് അവരിൽ ജനിപ്പിച്ചത്. കാട്ടുപുല്ലുകൾക്കും കുറ്റിച്ചെടികൾക്കുമിടയിൽ പ്രഭുവിൻ്റെ കുതിര മൃഗം വീണുകിടന്ന കുറ്റിക്കാടിനരികിലേക്കെത്തി. പ്രഭു ശ്രദ്ധയോടെ പരിസരം നിരീക്ഷിക്കുകയായിരുന്നു. പ്രഭുവിൻ്റെ വെട്ടിത്തിളങ്ങുന്ന കണ്ണുകൾ അവർക്ക് കാണാമായിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെ ഇരുട്ടിൽ ജ്വലിക്കുന്ന കണ്ണുകൾക്ക് സമാനമായിരുന്നു അവ. ഒരു നിമിഷം അവ ഇരുട്ടിൽ ഒന്ന് ജ്വലിക്കുന്നത് പോലെ പീറ്റർ പാർക്കർക്ക് തോന്നി. ആ കണ്ണുകൾ അത് കണ്ടു കഴിഞ്ഞു. കുറ്റിക്കാട്ടിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കുന്തം, അതിൻ്റെ നീണ്ട പിടിയിലെ വെള്ളിക്കെട്ടുകൾ നിലാവിൽ വെട്ടിത്തിളങ്ങി. പ്രഭുവിൻ്റെ മുഖത്ത് വികൃതമായ ഒരു മന്ദഹാസം തെളിഞ്ഞു. ഭയം തോന്നിപ്പിക്കുന്ന നീണ്ട പല്ലുകൾ, അവ അവരെ പരിഭ്രാന്തരാക്കി. മൃഗത്തിൻ്റെ ചലനങ്ങൾ അവസാനിച്ചതുപോലെ തോന്നി. അനക്കമോ കിതപ്പോ കേൾക്കാനില്ല. ഞൊടിയിടയിൽ പ്രഭു കുന്തം വലിച്ചൂരി. എന്നാൽ അടുത്ത നിമിഷം ഹ്രീ എന്നലറിക്കൊണ്ട് ആ ജന്തു പിടഞ്ഞെണീറ്റു. അപ്പോൾ കുന്തമൂരി മുറിപ്പാടിൽ നിന്ന് ചീറ്റിയ രക്തം പ്രഭുവിൻ്റെ മുഖത്തും കുപ്പായത്തിലും പതിച്ചു. പ്രഭു രുചിയോടെ നാവു നുണയുന്നുണ്ടോ? വെളിത്താവളത്തിൽ അത് കണ്ടുകൊണ്ടിരുന്ന പീറ്റർ പാർക്കർക്ക് തല ചുറ്റും പോലെ തോന്നി. അടുത്ത നിമിഷം കുതിച്ചു ചാടിയ മൃഗത്തിൻ്റെ ശിരസിന് താഴെ കുന്തം ആഞ്ഞാഞ്ഞു പതിച്ചു. കരുത്തനായ ആ വന്യമൃഗത്തിന് മുമ്പിൽ തെല്ലും ഭയക്കാതെ ഒരു ഉരുക്കു യന്ത്രത്തെപ്പോലെ നിർവികാരമായി പ്രഭു ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ക്രൂരമായ ആ നിർവികാരതയ്ക്ക് മുമ്പിൽ ആ വൻമൃഗം തോൽവി സമ്മതിച്ച് മരണത്തിനും പ്രഭുവിനും കീഴടങ്ങി. പ്രപഞ്ചം നടുക്കുന്ന ഒരട്ടഹാസം അവിടെ മുഴങ്ങി. കീഴടക്കപ്പെട്ട ആ ജന്തുവിൻ്റെ മേൽ വലതുകാൽ കയറ്റിവെച്ച് കയ്യിൽ കുന്തവുമായി പ്രഭു നിലാവിൽ വിജയകാഹളം മുഴക്കി നിലകൊണ്ടു. ആ കാട്ടുമൃഗം പ്രഭുവിൻ്റെ കാൽക്കൽ വലിയൊരു കരിമ്പട കെട്ടുപോലെ നിശ്ചലം കിടന്നു. ഈ നിമിഷം വരെ ആ രൂപം നമ്മെ കണ്ടിട്ടില്ല. നമുക്ക് പിന്നിലൂടെ ഓടി രക്ഷപ്പെട്ടാലോ? ഗ്രെഗ് ഹഡ്സൺ പീറ്റർ പാർക്കറോട് ചോദിച്ചു. അപ്പോൾ ബാലിശമെന്ന് തോന്നാവുന്ന സാഹസികതയോടെ പീറ്റർ പാർക്കർ പറഞ്ഞു, ചങ്ങാതി, ഭയമാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ, പക്ഷെ ഞാനില്ല. മാത്രമല്ല, ഏതൊരു ചെറിയ ചലനവും ആ രൂപത്തിൻ്റെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കും. എന്നാൽ ചങ്ങാതിയെ ഉപേക്ഷിച്ചു പോകാൻ കൂട്ടാക്കാതെ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, ഹോ, ആ രൂപം ഭയങ്കരം തന്നെ. ആ മനുഷ്യന് ഒരു കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട്. അതൊരു മനുഷ്യൻ തന്നെയെങ്കിൽ... പീറ്റർ പാർക്കർ അത് പറഞ്ഞ നിമിഷം പ്രഭുവിൻ്റെ ഭീകരമുഖം അവർക്ക് നേരെ തിരിഞ്ഞു. ആ കണ്ണുകളിൽ നിന്നും അമാനുഷ്യ ശക്തിയുള്ള ഏതോ കിരണങ്ങൾ തങ്ങളിലേക്ക് പ്രസരിക്കുന്നുവെന്നും തങ്ങളേതോ മായിക ലോകത്തിൽ അകപ്പെടുന്നുവെന്നും അവർക്ക് തോന്നി. മനസ്സിനെ പതറാതെ പിടിച്ചു നിർത്താൻ അവരിരുവരും കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കം തോന്നിക്കുന്ന ആ മുഖത്ത് വികൃതമായ ഒരു മന്ദഹാസം പടർന്നതുപോലെ പീറ്റർ പാർക്കർക്ക് തോന്നി. മനുഷ്യനായാലും പിശാചായാലും ഞാൻ അതിന് വെടിവെച്ച് വീഴ്ത്തും, പീറ്റർ പാർക്കർ പറഞ്ഞു. അതിന് മറുപടി എന്നോണം അകലെ എവിടെയോ ഒരു ചെന്നായയുടെ ഓരിയിടൽ മുഴങ്ങി. അതിൻ്റെ തുടർച്ചയായി അനവധി ചെന്നായ്ക്കൾ ഓരിയിട്ടു. പീറ്റർ പാർക്കർ തോക്കിൻ്റെ ട്രിഗറിൽ വിരലമർത്തി. എന്നാൽ അത് ചലിക്കാൻ കൂട്ടാക്കിയില്ല. വെടി പൊട്ടിയതുമില്ല. ഭയന്നുപോയ പീറ്റർ പാർക്കറുടെ വിരലുകൾ വിറകൊണ്ടു. ആ ശരീരം വിയർപ്പിൽ കുളിക്കുന്നത് ഗ്രെഗ് ഹഡ്സൺ കണ്ടു. അടുത്ത നിമിഷം പ്രഭുവിൻ്റെ ആജ്ഞാശക്തിയുള്ള ശബ്ദം മുഴങ്ങി, തോക്ക് താഴെയിടൂ.
പീറ്റർ പാർക്കറുടെ കൈത്തോക്ക് ഒരു ചിലമ്പലോടെ തറയിലേക്ക് വീണു. എന്തു വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവരുടെ നേർക്ക് പ്രഭു ഉറച്ച കാൽവെപ്പുകളോടെ നടന്നെടുത്തു.